ആരിജനയനേ വിനാധാരിണി ഭാരതീ മാണിദോഷം കടയുക വേഗാൽ താണു തൊഴാം പദ പങ്കജേ മാനസമരിൽ കരുണ നിലാവൊളി കാണേണം ജയ ഭാഗ്യത്തെ കൊണ്ടാടേണം ബഹുജനമഖിലം കൊണ്ടാടേണം ബഹുജനമഖിലം ഇന്ദ്രലറ്റുക താണു തൊഴാം പദ പങ്കജേ. മേഖലയിലേക്ക് ഇത് മാറണം, ഏകാംഗം എന്നത് മാറി യോജിക്കുന്നുണ്ടെങ്കിൽ ഇത് യോജിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സംബന്ധമായൊരു നിർദ്ദേശം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാം. പൂർണ്ണമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ആരെങ്കിലും ഉൾപ്പെടുത്തണമെങ്കിൽ ഉൾപ്പെടുത്താം. 10 പോരാ 15 വേണമെന്നുണ്ടെങ്കിൽ അതും ആലോചിക്കാം. ഇത്രയും വേണ്ടാമെന്നുള്ളതാണ് അഭിപ്രായം, അതും ആലോചിക്കാം. ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഇതൊരു വെറും നിർദ്ദേശം മാത്രമാണ്. നിങ്ങളുടെ പരിപൂർണമായ സമ്മതത്തിനും അഭിപ്രായ രൂപീകരണത്തിനും ശേഷം മാത്രമേ അന്തിമ തീരുമാനം ഉണ്ടാവൂ. ഞാനൊരു നിർദ്ദേശം വയ്ക്കുക. 7 ഭാരവാഹികൾ, ഒരു പ്രസിഡന്റ്, 2 വീതം ജോയിന്റ് സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും, ഒരു ട്രഷറർ, ഇതിന് പുറമെ 3 പേർ കമ്മിറ്റി അംഗങ്ങൾ, 10 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രസിഡന്റായിട്ട് ഇപ്പോൾ നമ്മുടെ അധ്യക്ഷത വഹിക്കുന്ന ഇന്ത്യയാണ്. വൈസ് പ്രസിഡന്റുമാർ 2 പേരുണ്ട്. ഒന്ന് രാജഗോപാൽ, മറ്റൊന്ന് ശാന്ത. സെക്രട്ടറി ഈ ഉള്ളവൻ തന്നെയാണ്. വൈസ് ജോയിന്റ് സെക്രട്ടറിമാർ TV രമ, കെ ചന്ദ്രൻ കൂടെ വന്നാണ്. അവരുടെ ചെറിയ വെച്ചുള്ള നമ്മുടെ പണപ്പെട്ടി സൂക്ഷിപ്പുകാരൻ അയ്യപ്പൻ. 3 അംഗങ്ങളാണ് ഉള്ളത്. 3 കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ളത്. ഒന്ന് രവിശങ്കർ, ഒന്ന് നിർമ്മലയും വന്നിരുന്നു. അടിയന്തരമായി അവരുടെ മരുമകളുടെ അമ്മയുടെ 80ാം പിറന്നാളാണ്, പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് പോയതാണ്. വസന്ത ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞ് ഞാൻ ചക്കൂരായിരിക്കും. സാരമില്ല, നമുക്കൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ പോവാം. ഞാൻ ഒന്നുകൂടെ പറയാം. പ്രസിഡന്റ് ഇന്ദിര, വൈസ് പ്രസിഡന്റുമാർ രാജഗോപാൽ, ശാന്ത, സെക്രട്ടറി സത്യകുമാർ, ജോയിന്റ് സെക്രട്ടറിമാർ TV രമ, ചന്ദ്രൻ, ട്രഷറർ അയ്യപ്പൻ, കമ്മിറ്റി അംഗങ്ങൾ രവിശങ്കർ, നിർമ്മല, വസന്ത. അംഗീകരിക്കാമെങ്കിൽ അംഗീകരിക്കണം. അടുത്ത ഫെബ്രുവരിയിൽ തന്നെ നമുക്കെടുക്കാം. 2025 സംഘം ആലോചിക്കാം. 25 ഫെബ്രുവരിയിലാണ് സ്ഥലമില്ല, ഞങ്ങൾക്കറിയാം. 26 ഇപ്പം 25 സോറി, ഞാൻ ഒരു വർഷം പിന്നിലാണ്. 2026 ഫെബ്രുവരി സാധാരണ രീതിയിൽ 12-ാം തീയതി ആയിരിക്കും ഉച്ചാരമില്ല. അതിൻ്റെ മുമ്പോ അതിന് ശേഷമുള്ള ഞായറാഴ്ച എന്ന് നമുക്ക് ഇപ്പോൾ ടെൻഡേറ്റീവായിട്ട് തീരുമാനിക്കാം. കൂട്ടായ ശ്രമമാണ്. സ്വയം പങ്കെടുക്കുക, സകുടുംബം പങ്കെടുക്കുക, അറിയാവുന്ന മുഴുവൻ പേരുമായി ബന്ധം സ്ഥാപിക്കുക, കൃത്യമായി പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുക. പല ആൾക്കാരും മടികൊണ്ട് വരാത്തവരുണ്ട്. ചില ആൾക്കാർ മരുന്നിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടുണ്ടാവും. അപൂർവം പേരെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് പങ്കെടുക്കാത്തവരുണ്ടാവും. 500 രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അവരെല്ലാം നമുക്ക് ഈ മാസം വരെ സഹായിക്കാൻ പറ്റും. മുഴുവൻ പേരും പങ്കെടുപ്പിക്കാൻ ചിലപ്പോൾ ഒരു പിരിവേ നമുക്ക് ഈ സംഗമത്തിന് പ്രത്യേകിച്ച് ആവശ്യം വരിക നമ്മുടെ ഈ മാസവും മതിയാണ്. നമുക്ക് വേണ്ട കൂട്ടായ്മയാണ്. മുഴുവൻ പേരും പരസ്പരം ബന്ധപ്പെട്ട് പരസ്പരം സഹകരിച്ച് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നാൽ 2023 കവച്ചു വയ്ക്കുന്ന വലിയൊരു സംഗമമായി നമുക്ക് അടുത്ത വർഷത്തെ സംഗമം മാറ്റാൻ കഴിയും. ഇനിയിപ്പോൾ നന്ദി പ്രകടനം
ഒരു ഫോട്ടോ എടുക്കൽ, ഭക്ഷണം നമുക്ക് ഇവിടെ തന്നെ അറേഞ്ച് ചെയ്യാം. ഫോട്ടോ എടുക്കലിന് എല്ലാവരും വിളിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ കാലത്ത് നിന്ന് അറേഞ്ച് ചെയ്യാറുണ്ട്. അതിനുശേഷം ഭക്ഷണം കഴിഞ്ഞവണ സെർവ് ചെയ്യാൻ വേറെ ആൾക്കാരുണ്ടായിരുന്നു. തവണ നമ്മൾ തന്നെ സെർവ് ചെയ്യണം. ഒറ്റ ട്രിപ്പിന് ചിലപ്പോഴേ കഴിഞ്ഞെന്ന് വരും ഉള്ള ആൾക്കാർ. മറ്റൊന്നും പറയാനില്ലാത്ത കരുതി ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്ന് കരുതി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കൂടെ എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. 1000 രൂപ വാങ്ങിച്ചോളൂ. ഇനി മാസം ഒരു 100 രൂപ അത് അയ്യപ്പനെ ഏൽപ്പിച്ചാൽ മതി. അയ്യപ്പനാണ് ഇപ്പോൾ നമ്മുടെ കർഷകർ. അയ്യപ്പൻ്റെ എന്തായാലും പറയാം ഗൂഗിൾ പേ നമ്പർ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ തന്നെയാണ് വ്യാപകമായി നമുക്ക് സർക്കുലേറ്റ് ചെയ്യാം. മറ്റൊന്നുമില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് ഫോട്ടോ സെഷനുണ്ട്, ഭക്ഷണമുണ്ട്. എല്ലാവരും സഹകരിച്ചാൽ നമുക്ക് ഈ 2 പരിപാടികളും വിജയകരമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. നമ്മൾ കാണേണ്ടത് ഇത് നമ്മൾ തമ്മിലുള്ളൊരു പരിപാടി കഴിഞ്ഞ് ചോദിക്കാൻ കേൾക്കേണ്ട ഏത് മാസം മുതലാണ് മാസം വേണ്ടത്. അത് കലണ്ടർ ഇയർ വേണോ അതോ ഫൈനാൻഷ്യൽ ഇയർ വേണോ?